എവ്രിവൺ. കേരള സെറ്റിൻ്റെ സിലബസ് നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നൊരു യൂണിറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ആ കറണ്ട് അഫയേഴ്സിൽ വളരെ സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. സോ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പല ആസ്പെക്ട്സിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഒരു ഓവറോൾ ഐഡിയ നമുക്ക് അതിനെപ്പറ്റി വേണം. ആൻഡ് ഓൾസോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഏതൊക്കെ, അത് എന്ത് തരത്തിലുള്ള പ്രൊവിഷൻസ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ സ്പെസിഫിക്കലി നോക്കാനായിട്ട് പോകുന്നത് കേരള സെറ്റ് ജൂലൈ 2024 എക്സാമിൽ ഇത്തരത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള 4 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സെഷൻ ഇസ് പെർട്ടിക്കുലർലി ഫോക്കസിങ് ഓൺ 4 ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഏതൊക്കെ ആർട്ടിക്കിൾസ് ആയിരുന്നു ആ ക്വസ്റ്റിൽ തന്നിരുന്നത്, എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് നോക്കിയതിന് ശേഷം അതിൻ്റെ ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന 4 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നോ സിറ്റിസൺ ഷാൽ ബി ഡിനൈഡ് അഡ്മിഷൻ ഇൻ ടു എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റേറ്റ് റിസീവിംഗ് എയ്ഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഫണ്ട്സ് ഓൺ grounds only of religion, race, caste, language or any of them. The article of the Indian Constitution where this provision is ensured is. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു പ്രൊവിഷൻ ഇവിടെ തന്നിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 45, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 17 ആൻഡ് ആർട്ടിക്കിൾ 14. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ ഏത് ആർട്ടിക്കിളിലാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോ സിറ്റിസൺ ഷാൽ ബി ഡിനൈഡ് അഡ്മിഷൻ ഇൻ ടു എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് ബൈ ദി സ്റ്റേറ്റ് റിസീവിംഗ് എയ്ഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഫണ്ട്സ് ആൻഡ് ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, ലാംഗ്വേജ് or any of them. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റിലീജിയൻ, റേസ്, കാസ്റ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സിറ്റിസണിനും ഇവിടെ നമ്മളുടെ രാജ്യത്ത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡ്മിഷൻ നിഷേധിക്കാനായിട്ട് പാടില്ല. അതാണ് ഈ പെർട്ടിക്കുലർ പ്രൊവിഷൻ പറയുന്നത്. ഇത് ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ 4 ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ നോക്കുന്നത് ആർട്ടിക്കിൾ 14 ആണ്. ഇറ്റ് ഈസ് അബൌട്ട് ഇക്വാലിറ്റി ബിഫോർ ലോ. ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ള ആസ്പെക്റ്റ് ആണ് ആർട്ടിക്കിൾ 14 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അവിടെ എന്താണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? The state shall not deny to any person equality before the law or the equal protection of the laws within the territory of India. അപ്പോൾ ഇവിടെ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന ഐഡിയ എന്താണ്? നിയമത്തിന് മുമ്പിൽ എല്ലാവരെയും ഈക്വൽ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഇക്വാലിറ്റി ബിഫോർ ദി ലോ എന്ന് പറയുന്ന ആസ്പെക്റ്റ് ആണ്, അല്ലെങ്കിൽ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഈ ആസ്പെക്റ്റ് ആണ് ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തത് ആ ക്വസ്റ്റിൽ നമ്മൾ കാണുന്ന ഓപ്ഷൻസിൽ അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 എന്തിനെ കുറിച്ചാണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റിനെ അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 17 നമ്മൾ കാണുന്നത്. സോ അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ് ഇൻ എനി ഫോം ഇസ് ഫോർബിഡൻ. The enforcement of any disability arising out of untouchability shall be an offence punishable in accordance with law. അപ്പോൾ അൺടച്ചബിലിറ്റി ഒഴിവാക്കാതെ ഒരു പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ 17 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ വി ഹാവ് ആർട്ടിക്കിൾ 29. ഓപ്ഷൻസിൽ നമ്മൾ കാണുന്ന അടുത്ത ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 29 ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. മൈനോറിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈനോറിറ്റി ഗ്രൂപ്പ്സിൻ്റെ ഇൻട്രസ്റ്റ്, അവരുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവരുടെ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 പ്രൊവിഷൻസ് ആണ് ഈ ആർട്ടിക്കിളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ടുള്ളത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എനി സെക്ഷൻ ഓഫ് ദി സിറ്റിസൺസ് റിസൈഡിങ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ എനി പാർട്സ് ദെയർ ഓഫ് ഹാവിംഗ് എ ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, കൾച്ചർ ഓഫ് ഇറ്റ്സ് ഓൺ ഷൽ ഹാവ് ദ റൈറ്റ് ടു കൺസേർവ് ദി സെയിം. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ താമസിക്കുന്ന നമ്മുടെ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇഫ് ദേ ഹാവ് എ വെരി യുണീക്ക് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജോ സ്ക്രിപ്റ്റോ കൾച്ചറോ ഉണ്ടെങ്കിൽ അവരുടെ തനതായ ലാംഗ്വേജോ കൾച്ചറോ ഒക്കെ പ്രിസേർവ് ചെയ്യാൻ, അത് കൺസേർവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കുണ്ട്. ഇഫ് ദേ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, കൾച്ചർ ഓഫ് ഇറ്റ്സ് ഓൺ, ഇറ്റ് ഷാൽ ബി കൺസേർവ്ഡ്, അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് അവർക്കുണ്ട് എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് എന്ന് പറയുന്ന 29th ആർട്ടിക്കിളിൻ്റെ ഒന്നാമത്തെ പ്രൊവിഷനായിട്ട് നമ്മൾ കാണുന്നത്.
ഇതോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ 29 തന്നെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നോ സിറ്റിസൺ ഷാൽ ബി ഡിനൈഡ് അഡ്മിഷൻ ഇൻ ടു എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ maintained by the state receiving aid out of state funds and grounds only of religion, race, caste, language and any of them. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ആൻസർ ചെയ്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെ നമുക്ക് കൊടുത്തിരുന്ന ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞല്ലേ? നമ്മളുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു സിറ്റിസണിന് പോലും റിലീജിയൻ, റേസ്, കാസ്റ്റ്, ലാംഗ്വേജ് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നിഷേധിക്കപ്പെടാൻ, ഡിനൈ ചെയ്യപ്പെടാനായിട്ട് പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോ സിറ്റിസൺ ഷാൽ ബി ഡിനൈ അഡ്മിഷൻ maintained into any educational institution maintained by the state or receiving aid out of state funds and grounds only of religion, race, caste, language or any of them. അപ്പോൾ ഇത് ഏതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് മനസ്സിലായല്ലോ? ആർട്ടിക്കിൾ 29 which is about the protection of interest of minorities. അതിൽ പറഞ്ഞിരിക്കുന്ന 2 പ്രൊവിഷൻസിൽ രണ്ടാമത്തേതായിട്ടാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ തന്നെ നാലാമത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 45 ആണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊവിഷൻ ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 6 years. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ആർട്ടിക്കിൾ 45 പറഞ്ഞിരിക്കുന്നത്. The state shall endeavor to provide early childhood care and education for all children until they complete the age of 6 years. 6 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 45 നമ്മൾ കാണുന്നത്. ഇനി വി ആർ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്. നമ്മൾ ഈ ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നോ സിറ്റിസൺ ഷാൽ ബി ഡിനൈഡ് അഡ്മിഷൻ ഇൻ ടു എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് by the state or receiving aid out of state funds and grounds only of religion, race, caste, language or any of them. The article of the Indian Constitution where this provision is ensured is of course option B, Article 29. അല്ലേ? അപ്പം സംശയമില്ല, നമ്മൾ ഓൾറെഡി ഈ 4 ആർട്ടിക്കിൾസും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഞാൻ ഓൾറെഡി ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് എന്തൊക്കെ ആശയങ്ങളാണ്, പ്രൊവിഷൻസ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ സെറ്റിന് പഠിക്കുന്ന സമയത്ത് വേണം. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. നമുക്ക് എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യും. ഇപ്പോൾ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡ്സ് അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ എന്തും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എങ്കിൽ പോലും അതിനകത്ത് വളരെ സ്പെസിഫിക്കലി ചില ഏരിയാസ് നമുക്കിങ്ങനെ പഠിക്കാനായിട്ട് സാധിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂട്ടും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത്തരത്തിലൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ UN ഇനിഷ്യേറ്റീവ്സ് റിഗാർഡിംഗ് ടു എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇനിഷ്യേറ്റീവ്സ്, ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പൊട്ടൻഷ്യലുള്ള ഏരിയാസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ കവർ ചെയ്യുന്ന അത്യാവശ്യം എല്ലാ എക്സാംസിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെറ്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. സോ ആപ്പിൾ ബി അക്കാഡമിയുടെ സെറ്റ് കോഴ്സിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിൽ നമ്മൾ പല മോഡ്സിൽ വീഡിയോസ് ആയിട്ടും നോട്ട്സ് ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യും. പാരലലി നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് കോംപ്ലിമെൻ്ററി ആയിട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ് നമ്മുടെ കോഴ്സിനുള്ളത്. സോ നമുക്ക് എക്കണോമിക്സ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, പേപ്പർ 1 എന്നീ വിഷയങ്ങൾക്കാണ് സെറ്റ് കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ സെൽഫായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാനായിട്ട് സഹായകരമാകുന്ന ഫ്രീ റിസോഴ്സസ് നമ്മൾ വാട്സപ്പ് ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ 1 അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഗ്രൂപ്പ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക്സും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു ഏരിയ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾ വളരെ സ്പെസിഫിക്കലി സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതിനോട് അനുബന്ധമായിട്ടുള്ള ടോപ്പിക്സും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ വളരെയധികം സ്കോപ്പുള്ളൊരു ഏരിയ ആണിത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സെഷൻ. നമുക്ക് അടുത്ത സെഷനിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ചില താങ്ക് യു ആൻഡ് ഹാപ്പി ലേൺ.